മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻറ്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയൊരു സെൻറ്റൻസിൽ ഒരു ക്ലോസേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വെർബും കാണും. മറ്റു വാക്കുകളും ഉണ്ടായിരിക്കാം, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കാം, അഡ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കാം, അഡ്വേർബ്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു ക്ലോസിൽ എന്തായാലും ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമേ കാണൂ. ഇത്തരം സെൻറ്റൻസസിന് നമ്മൾ ഒരു ക്ലോസ് മാത്രമുള്ള ഇത്തരം സെൻറ്റൻസസിന് നമ്മൾ ഗ്രാമറിൽ പറയുന്നത് സിമ്പിൾ സെൻറ്റൻസസ് എന്നാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് പൊതുവെ ഇങ്ങനെ ഇത്ര സിമ്പിൾ ആവില്ല. രണ്ടോ അതിൽ കൂടുതലോ ക്ലോസസ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസസിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ ഒന്നിലധികം ക്ലോസസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ ക്ലോസസിനെ കണക്ട് ചെയ്യണം. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് കൺജങ്ഷൻസ് ഉപയോഗിക്കാം, റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കാം. ചില സമയത്ത് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ചാണ് ക്ലോസസിനെ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാർട്ടിസിപ്പിൾസ് ഉപയോഗിച്ച്, അതായത് ING ഫോംസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് എല്ലാം ക്ലോസസിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് ആസ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ വെൻ, വൈൽ, ലൈക്ക് ആക്ച്വലി ഒരു പ്രിപ്പോസിഷനാണ്, കൺജങ്ഷൻ അല്ല. ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ക്ലോസസ് കണക്ട് ചെയ്ത് ലോങ് സെൻറ്റൻസസ് നിർമ്മിക്കാം എന്നാണ്. ലെസൺ മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും അത് ചെയ്യും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന സെൻറ്റൻസസിനെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മലയാളത്തിൽ പറയുന്നതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആവണമെന്നില്ല ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്. പലപ്പോഴും നമുക്ക് മലയാളത്തിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കില്ല. അത് ഭാഷകളുടെ പ്രത്യേകതയാണ്. എല്ലാ ഭാഷയിലും കാര്യങ്ങൾ പറയുന്നത് ഒരേപോലെയല്ല. പക്ഷെ ഏകദേശം അതേ മീനിങ് വരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളെ ഇംഗ്ലീഷിലേക്ക് ശരിയായി ഗ്രമാറ്റിക്കലി കറക്റ്റായി അവതരിപ്പിക്കാം, അതാണ് നമ്മൾ ഈ ലെസണിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തെരുവിൻ്റെ ഓരത്തുകൂടി നടക്കുകയായിരുന്നു. തെരുവ്, അതിന് നമുക്ക് സ്ട്രീറ്റ് എന്ന് പറയാം. അതിൻ്റെ ഓരത്തുകൂടി നടക്കുന്നതിന്, അതായത് സൈഡിലൂടെ നടക്കുന്നതിന് നമ്മൾ പറയുക എലോങ് എന്നാണ്. റോഡിൻ്റെ ഒരു വശത്ത് നിന്ന് അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് പോകുന്നതിന് നമ്മൾ പറയുക എക്രോസ് എന്നാണ്. അതിൻ്റെ സൈഡിലൂടെയുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എലോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ടത് തെരുവിൻ്റെ ഓരത്ത് കൂടി നടക്കുകയായിരുന്നു എന്നാണ്. ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ്. ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി അല്ലേ? നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം നടക്കുകയാണ് എന്നല്ല പറയുന്നത്, നടക്കുകയായിരുന്നു എന്നാണ്, കഴിഞ്ഞുപോയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാണ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING. ഞാൻ തനിച്ചിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ കണ്ടു. നടക്കുക എന്നതൊരു ലോങ് ആക്ഷനാണ്. കണ്ടു എന്ന് പറയുമ്പോൾ അതത്ര ലോങ് ആയ ഒരു ആക്ഷനല്ല, അതൊരു ഷോർട്ട് ആക്ഷനാണ്. ഇങ്ങനെ നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ആ ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്ന ആ പ്രവൃത്തി, അതിനെക്കുറിച്ച് പറയാൻ കണ്ടിന്യൂസ് ടെൻസസ് ഉപയോഗിക്കുക. ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. നേരത്തെ നടന്ന കാര്യങ്ങളാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. പിന്നെ അതിനിടയിൽ നടക്കുന്ന ഷോർട്ട് ആക്ഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാൻ സിമ്പിൾ ടെൻസസ് ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടത് കണ്ടു എന്നാണ്. അതും കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ കണ്ടു, ഐ സോ. എന്താ കണ്ടത്? തനിച്ചിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ കണ്ടു. ഐ സോ എ പപ്പി സിറ്റിംഗ് എലോൺ. ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ്. ഐ സോ എ പപ്പി സിറ്റിംഗ് എലോൺ. ഇവിടെ നമ്മൾ പറയുന്നത് ഒരേ സമയം നടന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് കുറച്ചധികം സമയമായി കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, മറ്റത് അതിനിടയിൽ നടന്ന ഒരു ഷോർട്ട് ആക്ഷനാണ്. ഇങ്ങനെ ഒരേ സമയം നടന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് ആസ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ നമുക്കിതിനെ ആസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ആസ് ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ്, ഐ സോ എ പപ്പി സിറ്റിംഗ് എലോൺ. ആസ് ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ്, ഐ സോ എ പപ്പി സിറ്റിംഗ് എലോൺ. ഇവിടെ നമുക്ക് ഈ ആസിന് പകരം വെൻ ഉപയോഗിക്കാം. വെൻ ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ് എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. വൈൽ ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ്. ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ മൂന്ന് കൺജങ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഒരേ മീനിങ്ങിൽ തന്നെ, കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല.
ആസ് ഉപയോഗിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസ് പൊതുവെ സെൻറ്റൻസിൻ്റെ ആദ്യമാണ് വരിക. നമ്മൾ എഴുതുന്ന സമയത്ത് അതിനെ നമ്മളൊരു കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആസ് ഉപയോഗിക്കുന്ന ക്ലോസസ് സെൻറ്റൻസിൻ്റെ അവസാനവും വരാം, അതായത് മെയിൻ ക്ലോസിന് ശേഷവും വരാം. പലപ്പോഴും അത് ആദ്യമാണ് വരാറ്. ആസ് ഐ വാസ് വാക്കിംഗ് അലോങ് ദ സ്ട്രീറ്റ് ഐ സോ എ പപ്പി സിറ്റിംഗ് അലോൺ. ഇവിടെ നമ്മൾ ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. അതിനിടയിൽ നടന്ന ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഇങ്ങനെ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ മാത്രമേ നമുക്ക് ആസ് ഉപയോഗിക്കാൻ സാധിക്കൂ. ഒരു കാര്യം കഴിഞ്ഞിട്ടാണ് മറ്റേത് നടക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ആസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഞങ്ങൾ കൈവീശി ഗുഡ് ബൈ പറഞ്ഞു. ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു. വി വേവ്ഡ് ഗുഡ് ബൈ. അവൾ വാഹനം ഓടിച്ചു പോയി. ഷീ ഡ്രോവ് എവേ. രണ്ടും കഴിഞ്ഞുപോയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടിലും പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് ക്ലോസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഡ്രൈവ് ചെയ്യുക എന്നത് ലോങ്ങർ ആക്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ നമ്മൾ കൈവീശി കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ട് ഷോർട്ട് ആക്ഷൻസിനെ കുറിച്ചാണ്. അവൾ എത്ര സമയം ഡ്രൈവ് ചെയ്തു അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ട് ഷോർട്ട് ആക്ഷനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് ക്ലോസിലും ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വി വേവ്ഡ് ഗുഡ് ബൈ. ഷീ ഡ്രോവ് എവേ. നമ്മളിതിനെ കണക്ട് ചെയ്യുമ്പോൾ ആസ് ഷീ ഡ്രോവ് എവേ വി വേവ്ഡ് ഗുഡ് ബൈ. ആസ് ഷീ ഡ്രോവ് എവേ വി വേവ്ഡ് ഗുഡ് ബൈ. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആസ് ക്ലോസിന് നമുക്ക് ആദ്യം എഴുതാം, അല്ലെങ്കിൽ ആസ് ക്ലോസിന് നമുക്ക് മെയിൻ ക്ലോസിന് ശേഷം എഴുതാം. ഇങ്ങനെ ആസ് ക്ലോസ് സെൻറ്റൻസിൻ്റെ അവസാനം വരുമ്പോൾ, അതായത് മെയിൻ ക്ലോസിന് ശേഷം വരുമ്പോൾ നമ്മൾ അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യില്ല. വി വേവ്ഡ് ഗുഡ് ബൈ ആസ് ഷീ ഡ്രോവ് എവേ. അവൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഞങ്ങൾ കൈവീശി കാണിച്ചു, ഗുഡ് ബൈ പറഞ്ഞു. ആസ് ഷീ ഡ്രോവ് എവേ വി വേവ്ഡ് ഗുഡ് ബൈ. അങ്ങനെയും നമുക്കിത് പറയാവുന്നതാണ്. ഇങ്ങനെ ആസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവെ അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുംബൈയിലാണ് താമസിച്ചിരുന്നത്. ഞാൻ കുഞ്ഞായിരുന്നു. ഐ വാസ് എ ചൈൽഡ്. മുംബൈയിൽ താമസിച്ചിരുന്നു. ഐ ലിവ്ഡ് ഇൻ മുംബൈ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, അപ്പോൾ ആ മീനിങ്ങിന് നമുക്കിവിടെ ആസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മളിങ്ങനെ പ്രായത്തിനെ കുറിച്ച് പറയാൻ, ജീവിതത്തിലെ ഓരോ പീരിയഡ്സിനെ കുറിച്ച് പറയാൻ, അതിനെക്കുറിച്ചൊന്നും പറയാൻ നമ്മൾ പൊതുവെ ആസ് ഉപയോഗിക്കില്ല. അതിന് പകരം വെൻ ആണ് ഉപയോഗിക്കുക. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ലിവ്ഡ് ഇൻ മുംബൈ. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ലിവ്ഡ് ഇൻ മുംബൈ. ആസ് ഐ വാസ് എ ചൈൽഡ് എന്ന് പറയരുത്. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് വെൻ തന്നെയാണ്. ആളുകളുടെ പ്രായത്തിനെ കുറിച്ച് പറയാൻ, അവരുടെ ലൈഫിലെ ഓരോരോ സ്റ്റേജസിനെ കുറിച്ച് പറയാൻ. കുട്ടിയായിരിക്കുക എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റേജാണ്. അതിനെക്കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ വെൻ ആണ് ഉപയോഗിക്കുന്നത്, ആസ് അല്ല. നമുക്കിവിടെ വൈലും ഉപയോഗിക്കാൻ സാധിക്കില്ല. വെൻ തന്നെ വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ലിവ്ഡ് ഇൻ മുംബൈ. അവന് 6 വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചു. അവൻ്റെ അച്ഛൻ മരിച്ചു. ഹിസ് ഫാദർ ഡൈഡ്. അവന് 6 വയസ്സായിരുന്നു. ഹി വാസ് 6. ഹി വാസ് 6 ഇയേഴ്സ് ഓൾഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹി വാസ് 6 എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇവിടെയും നമ്മൾ പറയുന്നത് പ്രായത്തിനെ കുറിച്ചാണ്. ഇങ്ങനെ പ്രായത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് ആസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വെൻ ആണ്. ഹിസ് ഫാദർ ഡൈഡ് വെൻ ഹി വാസ് 6. ഹിസ് ഫാദർ ഡൈഡ് വെൻ ഹി വാസ് 6. അവന് 6 വയസ്സ് പ്രായമുള്ള സമയത്ത് അവൻ്റെ അച്ഛൻ മരിച്ചു. ഇവിടെ നമുക്ക് ആസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹിസ് ഫാദർ ഡൈഡ് ആസ് ഹി വാസ് 6 എന്ന് പറയരുത്. ഹിസ് ഫാദർ ഡൈഡ് വൈൽ ഹി വാസ് 6 എന്നും പറയരുത്. വെൻ തന്നെ വേണം ഉപയോഗിക്കാൻ. ഹിസ് ഫാദർ ഡൈഡ് വെൻ ഹി വാസ് 6. അവന് 6 വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചു. ഞാൻ കണ്ണു തുറന്നതും വിചിത്രമായൊരു കാഴ്ച കണ്ടു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് ആസ് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. ചില സമയത്ത് ഒരു ആക്ഷൻ നടന്ന ഉടനെ മറ്റൊരു ആക്ഷൻ സംഭവിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ആസ് ഉപയോഗിക്കാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആസ് മാത്രമല്ല ജസ്റ്റ് ആസ് എന്ന എക്സ്പ്രഷനാണ് ഉപയോഗിക്കുക. ആസിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് എന്നൊരു വാക്കുകൂടി ആഡ് ചെയ്യും. ഞാൻ കണ്ണു തുറന്നു. ഐ ഓപ്പൺ മൈ ഐസ്. വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഐ സോ എ സ്ട്രേഞ്ച് സൈറ്റ്. ഇതാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ കണ്ണു തുറന്നതും വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ജസ്റ്റ് ആസ് ഐ ഓപ്പൺ മൈ ഐസ് ഐ സോ എ സ്ട്രേഞ്ച് സൈറ്റ്. ഞാൻ കണ്ണു തുറന്നതും വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഇവിടെ നമ്മൾ ജസ്റ്റ് ആസ് ഉപയോഗിച്ചാണ് കമ്പൈൻ ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യം നടന്നതിൻ്റെ ഉടനെ മറ്റൊന്ന് നടന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ആസ് ആണ്. ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിനിടെ അവൻ വഴുതി വീണു. വഴുതി വീണു എന്നതിന് നമുക്ക് സ്ലിപ്ഡ് എന്ന് പറയാം. ഹീ സ്ലിപ്ഡ്.
ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഹി വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് നമ്മൾ പറയുക ഗെറ്റ് ഓഫ് എന്നാണ്. ബസ്സിലേക്ക് കയറുന്നതിന് നമ്മൾ പറയുക ഗെറ്റ് ഓൺ എന്നാണ്. ബസ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ്. ഇങ്ങനെ ബസ്സിലേക്ക്, ട്രെയിനിലേക്ക് എല്ലാം കയറുന്നതിനെ കുറിച്ച് പറയാൻ ഗെറ്റ് ഓൺ എന്നും അതിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഗെറ്റ് ഓഫ് എന്നും പറയും. പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ച്, കാറിനെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഗെറ്റ് ഇന്നും ഗെറ്റ് ഔട്ട് ഓഫുമാണ്. അതായത് കാറിൽ കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഗെറ്റ് ഇൻ എന്ന് പറയും. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് നമ്മൾ ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറയും. ഇത് ശ്രദ്ധിക്കണം. ബസ് ആവുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ ആവുമ്പോൾ ഇറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ ഗെറ്റ് ഓഫ് എന്നാണ് പറയുന്നത്. അതേപോലെ കയറുന്നതിനെ കുറിച്ച് പറയാൻ ഗെറ്റ് ഓൺ എന്നാണ് പറയുന്നത്. ഓണിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഓഫ്. ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഔട്ട് ഓഫ്. അവൻ വീണു. ഹി സ്ലിപ്ഡ്. ഹി ഫെൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. പഴുതി വീണു എന്നതിനാണ് നമ്മൾ സ്ലിപ്ഡ് എന്ന് പറയുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ആസ് ഹി വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ഹി സ്ലിപ്ഡ് ആസ് ഹി വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ഇതിലെ ആ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ആസ് ഉപയോഗിക്കുന്നത്. അതായത് ഇറങ്ങുന്നതിനിടയിലാണ് വീണത്. വീണതിന് ശേഷം ഇറങ്ങുകയല്ല ചെയ്യുന്നത്. ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വീണു. അതാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ. ഇറങ്ങുക എന്നതാണ് ആ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ആസ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ സ്ട്രീറ്റിൻ്റെ സൈഡിലൂടെ നടക്കുകയായിരുന്നു പറയുമ്പോൾ അതാണ് ആ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ. അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആസ് ഉപയോഗിച്ചത്. ആസ് ഐ വാസ് വാക്കിംഗ് അലോങ് ദ സ്ട്രീറ്റ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ആസ് ഹി വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ് എന്ന് പറഞ്ഞു. ആസ് ഹി സ്ലിപ്ഡ് ഹി വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ് എന്നല്ല പറയുന്നത്. ഹി സ്ലിപ്ഡ് ആസ് ഹി വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ അവൻ വഴുതി വീണു. ഞാൻ വിശ്രമിക്കാൻ ഇരുന്നപ്പോഴേക്കും ഡോർബെൽ അടിച്ചു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു കാര്യം സംഭവിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മറ്റൊരു കാര്യം സംഭവിച്ചു. ഞാൻ വിശ്രമിക്കാൻ ഇരുന്നു. ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസസ് ആണ്. ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ്. ഡോർബെൽ അടിച്ചു. ദ ഡോർബെൽ റാങ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഇനി നമുക്ക് ഇതിനെ കണക്ട് ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ആസ് ആണ്. ജസ്റ്റ് ആസ് ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ് ദ ഡോർബെൽ റാങ്. ഞാൻ ഇരുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും ഡോർബെൽ അടിച്ചു. കുറച്ച് ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ വാഹനം ഓടിച്ച് വീട്ടിൽ പോയി. നമുക്കിത് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചും കമ്പൈൻ ചെയ്യാം, ആസ് ഉപയോഗിച്ചും കമ്പൈൻ ചെയ്യാം. ഇതിൻ്റെ എക്സാക്റ്റ് ഇംഗ്ലീഷ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഞാൻ വാഹനം ഓടിച്ച് വീട്ടിൽ പോയി. ഐ ഡ്രോവ് ഹോം. വാഹനം എന്നൊന്നും പറയണ്ട, ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഐ ഡ്രൈവ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തം വാഹനം സ്വയം ഓടിച്ചാണ് വീട്ടിൽ പോകുന്നത് എന്നാണ് അർത്ഥം. ഐ ഡ്രോവ് ഹോം, ഞാൻ വീട്ടിലേക്ക് പോയി. കുറച്ച് ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ കേട്ടുകൊണ്ട് എന്ന് പറയാൻ നമ്മൾ ലിസണിങ് എന്ന ING ഫോം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഐ ഡ്രോവ് ഹോം ലിസണിങ് ടു സം ഡിവോഷണൽ സോങ്സ്. ഐ ഡ്രോവ് ഹോം ലിസണിങ് ടു സം ഡിവോഷണൽ സോങ്സ്. ഇവിടെ നമ്മൾ കേട്ടുകൊണ്ട് എന്ന ഒരു അർത്ഥത്തിന് വേണ്ടിയാണ് ലിസണിങ് എന്ന ING ഫോം ഉപയോഗിച്ചത്. ഇത് തന്നെ നമുക്ക് ആസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്ന രീതിയിലും പറയാം. ഐ ഡ്രോവ് ഹോം, ഞാൻ വീട്ടിലേക്ക് വാഹനം ഓടിച്ചുപോയി. ഞാൻ ഭക്തിഗാനങ്ങൾ കേട്ടു. ഐ ലിസൺ ടു സം ഡിവോഷണൽ സോങ്സ്. ഐ ലിസൺ ടു സം ഡിവോഷണൽ സോങ്സ്. ഞാൻ ഭക്തിഗാനങ്ങൾ കേട്ടു. ഐ ഡ്രോവ് ഹോം, ഐ ലിസൺ ടു സം ഡിവോഷണൽ സോങ്സ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. നമുക്കിതിനെ ആസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. As I drove home, I listened to some devotional songs. As I drove home, I listened to some devotional songs. ഇവിടെ നമ്മൾ രണ്ട് ക്ലോസിൽ ഉപയോഗിച്ച് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് രണ്ടും ലോങ് ആക്ഷൻസ് ആണ്. വീട്ടിലേക്ക് വാഹനം ഓടിച്ചു പോവുക എന്നത് ഒരു ലോങ് ആക്ഷൻ ആണ്. പാട്ട് കേൾക്കുക എന്നത് അത്ര ഏകദേശം ഒരു പക്ഷേ അത്രയും സമയം നീണ്ടു നിന്നൊരു ലോങ് ആക്ഷൻ ആണ്. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് അല്ല. അതിന് പകരം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ട് ആക്ഷനും ഒരേ സമയം പ്രോഗ്രസ് ചെയ്തു, ഒരേ സമയം നടന്നു, അത്രേ നമുക്ക് പറയുന്നുള്ളൂ. എത്ര നേരം നടന്നു അതൊന്നും പറയുന്നില്ല. ഞാൻ പാട്ട് കേട്ടു എന്നാണ് പറയുന്നത്, പാട്ട് കേൾക്കുകയായിരുന്നു എന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ടെൻസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആസ് ഐ ഡ്രോവ് ഹോം, ഐ ലിസൺ ടു സം ഡിവോഷണൽ സോങ്സ്. വീട്ടിലേക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഞാൻ കുറച്ച് ഭക്തിഗാനങ്ങൾ കേട്ടു, കേൾക്കുകയായിരുന്നു എന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, അതിന് പകരം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് രണ്ട് ക്ലോസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് അത് പരിചയമായപ്പോൾ ഞാൻ ആ ജോലി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദ ജോബ്. ഐ സ്റ്റാർട്ടഡ്, ഞാൻ തുടങ്ങി, ഇഷ്ടപ്പെട്ടു തുടങ്ങി, ലൈക്കിംഗ് ദ ജോബ്, ജോലി ഇഷ്ടപ്പെട്ടു തുടങ്ങി, ലൈക്കിംഗ് ദ ജോബ്. ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദ ജോബ്. സ്റ്റാർട്ടിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ING ഫോമും ഉപയോഗിക്കാം. ഐ സ്റ്റാർട്ടഡ് ടു ലൈക്ക് ദ ജോബ് എന്ന് പറഞ്ഞാലും ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദ ജോബ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്.
എനിക്ക് അത് പരിചയമായപ്പോൾ. ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. എനിക്കത് പരിചയമായി. ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. നമുക്കൊരു കാര്യം പരിചയമായി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഗെറ്റ് യൂസ്ഡ് ടു എന്നത്. ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് എന്ന് പറയുമ്പോൾ എനിക്കത് പരിചയമായി. പരിചയമായപ്പോൾ എനിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആസ് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദ ജോബ്. ആസ് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദ ജോബ്, അല്ലെങ്കിൽ ലവിങ് ദ ജോബ്. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പരിചയമായി എന്ന് പരിചയമാവുന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഗെറ്റ് യൂസ് ടു എന്നത്. പരിചയമായി എന്ന് പറയാൻ ഗോട്ട് യൂസ് ടു എന്ന് പറയും. ആസ് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ഐ സ്റ്റാർട്ടഡ് ലവിങ് ദ ജോബ്, അല്ലെങ്കിൽ ആസ് ഐ ഗോട്ട് യൂസ് ടു ദ ജോബ് ഐ സ്റ്റാർട്ടഡ് ലവിങ് ഇറ്റ്. വീട്ടിൽ എത്തിയപ്പോൾ ഞാനൊന്ന് കുളിച്ചു. ഇത് ഒരേ സമയം നടക്കുന്ന രണ്ട് ആക്ഷൻ അല്ല. ആദ്യം വീട്ടിലെത്തി, അതിനുശേഷമാണ് കുളിക്കുന്നത്. ഇങ്ങനെ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനേ നമുക്ക് ആസ് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്നിന് ശേഷമാണ് മറ്റത് നടക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെൻ ആണ്. വെൻ ഐ ഗോട്ട് ഹോം, ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഐ ഹാഡ് എ ഷവർ, അല്ലെങ്കിൽ ഐ ടുക്ക് എ ഷവർ. വെൻ ഐ ഗോട്ട് ഹോം ഐ ഹാഡ് എ ഷവർ. ഇവിടെ ആസ് ഐ ഗോട്ട് ഹോം എന്ന് പറയരുത്. ഒരു കാര്യം കഴിഞ്ഞിട്ടാണ് ഇവിടെ അടുത്ത കാര്യം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ വെൻ ആണ്, ആസ് അല്ല. വെൻ ഐ ഗോട്ട് ഹോം ഐ ഹാഡ് എ ഷവർ. ഹാവ് എ ഷവർ എന്നത് നമ്മൾ പൊതുവെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. ടേക്ക് എ ഷവർ എന്നത് പൊതുവെ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിവിടെ വേണമെങ്കിൽ രണ്ടും ഉപയോഗിക്കാം. ഐ ഹാഡ് എ ഷവർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ടുക്ക് എ ഷവർ എന്ന് പറയാം. എനിക്ക് വിശപ്പുണ്ടായിരുന്നതിനാൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു. വാങ്ങിക്കുക എന്നതിന് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വെർബ് ബൈ ആണ്. നമുക്കതിന് പകരം ഗെറ്റ് എന്ന വെർബ് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് വിശപ്പുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ വാസ് ഹംഗ്രി. ഐ ഹാഡ് ഹങ്കർ എന്ന് പറയരുത്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെയല്ല പല കാര്യങ്ങളും ഇംഗ്ലീഷിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ വിശപ്പുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ഹംഗ്രി എന്ന് പറയും. ദാഹം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഐ വാസ് തേഴ്സ്റ്റി എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ പറയും വിശപ്പുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാക്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഐ ഹാവ് ഹങ്കർ എന്നാണ്. അങ്ങനെ ഒരിക്കലും ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് സാധിക്കില്ല. വിശപ്പുണ്ടെങ്കിൽ ഐ ആം ഹംഗ്രി എന്ന് പറയാം. വിശപ്പുണ്ടായിരുന്നു എങ്കിൽ ഐ വാസ് ഹംഗ്രി എന്ന് പറയാം. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചു, ഐ ഡിസൈഡഡ്. എന്താ തീരുമാനിച്ചത്? എന്തെങ്കിലും വാങ്ങിക്കാൻ. ഐ ഡിസൈഡഡ് ടു ബൈ സംതിങ്. എന്തിന്? കഴിക്കാൻ. ടു ഈറ്റ്. ഐ വാസ് ഹംഗ്രി, ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ബൈ എന്ന വെർബിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗെറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. ഞാൻ അത് ഉപയോഗിച്ചാണ് പറയുന്നത്. വിശപ്പുണ്ടായിരുന്നതിനാൽ, ആയതിനാൽ, ആ ഒരു മീനിങ്ങിലും നമുക്ക് ആസ് ഉപയോഗിക്കാം. നമ്മൾ ഇതുവരെ നോക്കിയ എക്സാമ്പിൾസിലെല്ലാം ആസ് സമയം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കൺജങ്ഷൻ ആയിരുന്നു. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലോസസിലെല്ലാം ആസ് ഉപയോഗിച്ചത്. ആസിന് മറ്റൊരു യൂസ് കൂടിയുണ്ട്. അത് നമുക്ക് ബിക്കോസിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺജങ്ഷനാണ്. അതായത് കാരണം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും നമുക്ക് ആസ് ഉപയോഗിക്കാം. ഇവിടെ ആ ആയതിനാൽ എന്ന ആ ഒരു മീനിങ്ങിൽ നമുക്ക് ആസ് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് വിശപ്പുണ്ടായിരുന്നതിനാൽ, ആസ് ഐ വാസ് ഹംഗ്രി. ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ആസ് ഐ വാസ് ഹംഗ്രി ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ഇവിടെ നമ്മൾ ആസ് ഉപയോഗിക്കുന്നത് ബിക്കോസിന് പകരമായിട്ടാണ്. ബിക്കോസ് ഐ വാസ് ഹംഗ്രി ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. അങ്ങനെയും നമുക്ക് പറയാം. ആസിനും ബിക്കോസിനും പകരം നമുക്കിവിടെ വേണമെങ്കിൽ സിൻസ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. സിൻസ് ഒരു പ്രപ്പോസിഷൻ കൂടിയാണ്. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടൈം എക്സ്പ്രഷനാണ് സിൻസ്. പ്രിപ്പോസിഷനാണ്. അത് നമുക്ക് കൺജങ്ഷനായി ഉപയോഗിക്കാൻ സാധിക്കും. പല വാക്കുകളും അങ്ങനെയാണ്. നമുക്കതിനെ പ്രിപ്പോസിഷനായും കൺജങ്ഷനായും ഉപയോഗിക്കാൻ സാധിക്കും. പൊതുവെ ഇങ്ങനെ ആസും സിൻസും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ കേൾക്കുന്നയാളിനും കൂടി അറിയാവുന്ന കാരണങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഉപയോഗിക്കുക ആ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴാണ്. അതുപോലെ തന്നെ ആ കേൾക്കുന്നയാളിന് ആ കാരണത്തിനെ കുറിച്ച് അറിയില്ല, അറിയാത്ത ആൾക്ക് അതൊരു പുതിയ ഇൻഫർമേഷൻ ആകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ബിക്കോസ് ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് അത്ര കാര്യമായി ശ്രദ്ധിക്കണമെന്നില്ല. നമുക്ക് പലപ്പോഴും ബിക്കോസിന് പകരം ആസ് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ആസ് ഐ വാസ് ഹംഗ്രി ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. വിശപ്പുണ്ടായിരുന്നതിനാൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ആസിന് പകരം നമുക്കിവിടെ സിൻസ് ഉപയോഗിക്കാം, ബിക്കോസ് ഉപയോഗിക്കാം. ഇത്തരം ക്ലോസസ് നോർമലി ഫോർമലാണ്. നമ്മൾ പലപ്പോഴും ഇതിന് പകരം സോ എന്ന കൺജങ്ഷനാണ് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറും. ഐ വാസ് ഹംഗ്രി സോ ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ആ ഇഫക്റ്റ് ഉണ്ടല്ലോ, റിസൾട്ട്,
അതിന് മുന്നിലാണ് നമ്മൾ സോ ഉപയോഗിക്കുന്നത്. സോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്നാണ്. ഐ വാസ് ഹംഗ്രി, എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് സോ ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ആസ് ഉപയോഗിക്കുമ്പോഴോ ആസ് പറയുന്നത് ആയതിനാൽ എന്നാണ്. എനിക്ക് വിശപ്പുണ്ടായിരുന്നതിനാൽ ആസ് ഐ വാസ് ഹംഗ്രി ഐ ഡിസൈഡഡ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ചെയ്യാൻ വേറെ ഒന്നുമില്ലാത്തത് കാരണം ഞാൻ ടി വി കാണാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു വാച്ച് ടി വി. എനിക്ക് ചെയ്യാനൊന്നുമില്ലായിരുന്നു. ഐ ഹാഡ് നത്തിങ് എൽസ് ടു ഡു. ചെയ്യാൻ മറ്റൊന്നുമില്ല, വേറെ ഒന്നുമില്ല എന്നതിന് നമ്മൾ പറയുന്നത് നത്തിങ് എൽസ് ടു ഡു എന്നാണ്. എൽസ് എന്നൊരു എക്സ്പ്രഷൻ കൂടി നമ്മൾ അവിടെ ആഡ് ചെയ്യും. എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്ന് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നത്തിങ് ടു ഡു എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് അതിലും മികച്ച ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം നത്തിങ് ബെറ്റർ ടു ഡു എന്നാണ്. നമുക്കിത് രണ്ട് രീതിയിലും പറഞ്ഞു നോക്കാം. ഞാൻ ടി വി കാണാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു വാച്ച് ടി വി. ഞാൻ ടി വി കണ്ടു എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ വാച്ച്ഡ് ടി വി എന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കാരണം ആസ് ഐ ഹാഡ് നത്തിങ് എൽസ് ടു ഡു ഐ ഡിസൈഡഡ് ടു വാച്ച് ടി വി. അല്ലെങ്കിൽ ഐ ഡിസൈഡഡ് ടു വാച്ച് ടി വി ആസ് ഐ ഹാഡ് നത്തിങ് എൽസ് ടു ഡു. നത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല എന്നർത്ഥം. നത്തിങ് ബെറ്റർ എന്ന് പറയുമ്പോൾ ടി വി കാണുന്നതിനേക്കാൾ കൂടുതൽ മികച്ച മറ്റൊരു കാര്യവും ചെയ്യാനില്ല എന്നർത്ഥം. ഐ ഡിസൈഡഡ് ടു വാച്ച് ടി വി ആസ് ഐ ഹാഡ് നത്തിങ് ബെറ്റർ ടു ഡു അല്ലെങ്കിൽ നത്തിങ് എൽസ് ടു ഡു. ഇവിടെ ആ കാരണത്തിന് മുന്നിലാണ് നമ്മൾ ആസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിസൾട്ടിന് മുന്നിലല്ല നമ്മൾ ആസ് ഉപയോഗിക്കുന്നത്. റിസൾട്ടിന് മുമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൺജങ്ഷൻ സോ ആണ്, ആസ് അല്ല. ആസ് ഐ ഹാഡ് നത്തിങ് എൽസ് ടു ഡു ഐ ഡിസൈഡഡ് ടു വാച്ച് ടി വി അല്ലെങ്കിൽ ഐ വാച്ച്ഡ് ടി വി. ഐ വാച്ച്ഡ് ടി വി ആസ് ഐ ഹാഡ് നത്തിങ് എൽസ് ടു ഡു. ഇത് സോ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഐ ഹാഡ് നത്തിങ് എൽസ് ടു ഡു സോ ഐ വാച്ച്ഡ് ടി വി എന്നാണ്. ആ ഇഫക്റ്റ് ഉണ്ടല്ലോ, റിസൾട്ട്, അതിന് മുന്നിലാണ് സോ ഉപയോഗിക്കുക. ആസ് ഉപയോഗിക്കുക അതിൻ്റെ ആ കാരണം, കോസ്, അതിന് മുന്നിലാണ് ആസ് ഉപയോഗിക്കുക. ഒരേ ഒരു ആപ്ലിക്കൻ്റ് ആയതിനാൽ അവന് ജോലി ലഭിച്ചു. അവനായിരുന്നു ഒരേ ഒരു ഉദ്യോഗാർത്ഥി. ജോലിക്ക് അപ്ലൈ ചെയ്ത ഒരേ ഒരു വ്യക്തി അവനായിരുന്നു. ഹി വാസ് ദ ഓൺലി ആപ്ലിക്കൻ്റ്. അവന് ജോലി ലഭിച്ചു. ഹി ഗോട്ട് ദ ജോബ്. അവനായതിനാൽ ആസ് ഹി വാസ് ദ ഓൺലി ആപ്ലിക്കൻ്റ് ഹി ഗോട്ട് ദ ജോബ്. ഒരേ ഒരു ആപ്ലിക്കൻ്റ് അവനായിരുന്നതിനാൽ അവന് ജോലി ലഭിച്ചു. പൊതുവെ ഇങ്ങനെ കാരണത്തിനെ കുറിച്ച് പറയുമ്പോൾ ആസ് ക്ലോസസ് അല്പം ഫോർമലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഈ ആസിന് പകരം നമ്മൾ സോ ആണ് ഉപയോഗിക്കുക. ഹി വാസ് ദ ഓൺലി ആപ്ലിക്കൻ്റ് സോ ഹി ഗോട്ട് ദ ജോബ്. ആസിന് പകരം നമ്മൾ സോ ഉപയോഗിച്ചു. പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ആസും സോയും ഒരുമിച്ച് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യരുത്. രണ്ട് ക്ലോസിനെ കണക്ട് ചെയ്യാൻ ഒരു കൺജങ്ഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. രണ്ട് ക്ലോസിനെ കണക്ട് ചെയ്യാൻ രണ്ട് കൺജങ്ഷൻ ഉപയോഗിക്കരുത്. ആസ് കാരണത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ്. സോ അതിൻ്റെ റിസൾട്ടിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം. ഹി വാസ് ദ ഓൺലി ആപ്ലിക്കൻ്റ് സോ ഹി ഗോട്ട് ദ ജോബ്. അല്ലെങ്കിൽ ആസ് ഹി വാസ് ദ ഓൺലി ആപ്ലിക്കൻ്റ് ഹി ഗോട്ട് ദ ജോബ്. ആസിന് പകരം നമുക്കിവിടെ വേണമെങ്കിൽ ബിക്കോസ്, സിൻസ് അതെല്ലാം ഉപയോഗിക്കാം. ബിക്കോസ് ഹി വാസ് ദ ഓൺലി ആപ്ലിക്കൻ്റ് ഹി ഗോട്ട് ദ ജോബ്. ഞാൻ കടലിന് സമീപത്ത് താമസിച്ചിരുന്നതിനാൽ ഞാൻ കൂടെ ബീച്ചിൽ പോകുമായിരുന്നു. പണ്ട് നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കടലിന് സമീപത്തായിരുന്നു താമസിച്ചിരുന്നത്. ഐ ലിവ്ഡ് നിയർ ദ സീ. ഞാൻ കൂടെ ബീച്ചിൽ പോവുമായിരുന്നു. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ക്വൈറ്റ് ഓഫൺ അല്ലെങ്കിൽ വെരി ഓഫൺ. കൂടെ എന്നതിന് നമുക്ക് ഓഫൺ എന്ന് പറയാം, ക്വൈറ്റ് ഓഫൺ എന്ന് പറയാം, വെരി ഓഫൺ എന്ന് പറയാം. ഓഫൺ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ക്വൈറ്റ് ഓഫൺ, വെരി ഓഫൺ അതുപോലത്തെ എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട്. ഐ ലിവ്ഡ് നിയർ ദ സീ. ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ക്വൈറ്റ് ഓഫൺ അല്ലെങ്കിൽ വെരി ഓഫൺ. ഇവിടെയും നമ്മൾ പറയുന്നത് ഒരു കാരണത്തിനെയും അതിൻ്റെ റിസൾട്ടിനെയും കുറിച്ചാണ്. ഞാൻ കടലിന് സമീപത്ത് താമസിച്ചിരുന്നതിനാൽ ആസ് ഐ ലിവ്ഡ് നിയർ ദ സീ ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ക്വൈറ്റ് ഓഫൺ. ആസ് ഐ ലിവ്ഡ് നിയർ ദ സീ ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ക്വൈറ്റ് ഓഫൺ. ഇത് സോ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഐ ലിവ്ഡ് നിയർ ദ സീ സോ ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ക്വൈറ്റ് ഓഫൺ. ഞാൻ കാർ അധികം ഉപയോഗിക്കാത്തതിനാൽ അത് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ കാർ അധികം ഉപയോഗിക്കുന്നില്ല. ഞാൻ കാർ അധികം ഉപയോഗിക്കുന്നില്ല, കൂടെ ഉപയോഗിക്കുന്നില്ല. ഐ ഡോണ്ട് യൂസ് ദ കാർ ഓഫൺ. അത് വിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഐ എം തിങ്കിങ് ഓഫ് സെല്ലിങ് ഇറ്റ്. കാർ അധികം ഉപയോഗിക്കാത്തതിനാൽ ആസ് ഐ ഡോണ്ട് യൂസ് ദ കാർ ഓഫൺ ഐ എം തിങ്കിങ് ഓഫ് സെല്ലിങ് ഇറ്റ്. ഞാനത് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആസ് ഐ ഡോണ്ട് യൂസ് ദ കാർ ഓഫൺ ഐ എം തിങ്കിങ് ഓഫ് സെല്ലിങ് ഇറ്റ്. ഐ ഡോണ്ട് യൂസ് ദ കാർ ഓഫൺ സോ ഐ എം തിങ്കിങ് ഓഫ് സെല്ലിങ് ഇറ്റ്.
സോ ഉപയോഗിച്ച് പറയുമ്പോൾ നമുക്ക് അത് അങ്ങനെയാണ് കിട്ടുക. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയതിനാൽ നമുക്ക് ഇപ്പോൾ പുറത്തു പോകാനാവില്ല. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. ഇറ്റ് ഈസ് റെയിനിങ് അഗെയിൻ. മഴ വീണ്ടും പെയ്യുന്നു. ഇറ്റ് ഈസ് റെയിനിങ് അഗെയിൻ. നമുക്ക് ഇപ്പോൾ പുറത്തു പോകാൻ കഴിയില്ല. വി കനോട്ട് ഗോ ഔട്ട് നൗ. ആസ് ഇറ്റ് ഈസ് റെയിനിങ് അഗെയിൻ വി കനോട്ട് ഗോ ഔട്ട് നൗ. ആസ് ഇറ്റ് ഈസ് റെയിനിങ് അഗെയിൻ, ആ കാരണത്തിന് മുന്നിലാണ് നമ്മൾ ആസ് ഉപയോഗിക്കുന്നത്. ആസ് ഇറ്റ് ഈസ് റെയിനിങ് അഗെയിൻ വി കനോട്ട് ഗോ ഔട്ട് നൗ. ഇത് തന്നെ സോ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ, ഇറ്റ് ഈസ് റെയിനിങ് അഗെയിൻ സോ വി കനോട്ട് ഗോ ഔട്ട് നൗ. അസുഖമായതിനാൽ അവൻ ജോലിക്ക് പോയില്ല. അവൻ ജോലിക്ക് പോയില്ല. ഹി ഡിഡിൻ ഗോ ടു വർക്ക്. ഹി ഡിഡിൻ ഗോ ടു ഓഫീസ് എന്നും പറയാം. അവൻ ജോലിക്ക് പോയി എന്നെങ്ങനെയാ പറയുക? ഹി വെന്റ് ടു വർക്ക് അല്ലെങ്കിൽ ഹി വെന്റ് ടു ഓഫീസ്. വെന്റ് എന്നത് V2 ആണ്. അതിന്റെ നെഗറ്റീവ് ഫോം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുന്നത് ഡിഡിൻറ്റ് ഉപയോഗിച്ചാണ്. ഡിഡിൻറ്റിന് ശേഷം പിന്നെ V1 വേണം ഉപയോഗിക്കാൻ, V2 ഉപയോഗിക്കരുത്. ഹി ഡിഡിൻ ഗോ ടു വർക്ക്. ഹി ഡിഡിൻ വെന്റ് ടു വർക്ക് അല്ല, ഹി ഡിഡിൻ ഗോ ടു വർക്ക്. അവന് അസുഖമായിരുന്നു, സുഖമില്ലായിരുന്നു. ഹി വാസ് ഇൽ. അസുഖമായതിനാൽ ആസ് ഹി വാസ് ഇൽ ഹി ഡിഡിൻ ഗോ ടു വർക്ക്. ആസിന് മറ്റ് യൂസസും ഉണ്ട്. പലപ്പോഴും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്ന് മറ്റൊന്നിനോട് സിമിലർ ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ആസ് ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ലൈക്ക് ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് പ്രിപ്പോസിഷനാണ്, ആസ് കൺജങ്ഷനാണ്. ഞാൻ സ്നേഹിക്കുന്ന പോലെ അവളെ ആരും സ്നേഹിക്കുന്നില്ല. ആരും സ്നേഹിക്കുന്നില്ല അവളെ. നോബഡി ലവ്സ് ഹെർ. ഞാൻ സ്നേഹിക്കുന്ന പോലെ, ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ്. ഞാൻ സ്നേഹിക്കുന്ന പോലെ, ആസ് ഐ ലവ്. നോബഡി ലവ്സ് ഹെർ ആസ് ഐ ലവ്. ഇവിടെ നമ്മൾ ആ ലവ് എന്ന വെർബ് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഡു എന്ന വെർബാണ്. ലവ് ഒരു V1 ആണ്, ഡൂവും ഒരു V1 ആണ്. ലവ്സ് എന്നത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വെർബാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. നോബഡി ലവ്സ് ഹെർ ആസ് ഐ ലവ് എന്നതിന് പകരം നമ്മൾ പറയുന്നത് നോബഡി ലവ്സ് ഹെർ ആസ് ഐ ഡു എന്നാണ്. ഇവിടെ ആസ് ഐ ഡു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എന്നാണ്. അത് പോലെ, അതുപോലെ, ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ ആസ് ഉപയോഗിക്കുന്നത്. ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആസിന് പകരം ലൈക്ക് ഉപയോഗിക്കാം. അതത്ര കറക്റ്റ് അല്ല, ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ല. കാരണം ലൈക്ക് പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം നമുക്കൊരു ക്ലോസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ ഡു എന്നതൊരു ക്ലോസ് ആണ്. ഇതിൽ സബ്ജക്റ്റ് ഉണ്ട്, ഐ ആണ് സബ്ജക്റ്റ്, വെർബ് ഉണ്ട്, ഡു ആണ് വെർബ്. ലവ് എന്ന വെർബിന് പകരം ഉപയോഗിക്കുന്ന വെർബാണ്. ലൈക്കിന് ശേഷം നോർമലി നമ്മൾ ക്ലോസ് ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക ഒരു നൗണോ ING ഫോമോ പ്രൊനൗണോ അതെല്ലാം ആയിരിക്കും. പക്ഷേ ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ ലൈക്കും ഇവിടെ ഉപയോഗിക്കാം. നോബഡി ലവ്സ് ഹെർ ലൈക്ക് ഐ ഡു. ഞാൻ ചെയ്യുന്നത് പോലെ മറ്റാരും അവളെ സ്നേഹിക്കില്ല. അവൾ 18 വർഷം റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തു. ഇപ്പോൾ അതുപോലെ എന്ന് പറയുന്നതിന് വേണ്ടി ആസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ആയി എന്ന് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ആസ് ഉപയോഗിക്കാം. ആസ് എ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസപ്ഷനിസ്റ്റ് ആയി എന്നർത്ഥം. ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറായി. അവൾ 18 വർഷം റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തു. She worked as a receptionist for 18 years. She worked as a receptionist. അവൾ ഒരു റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തു for 18 years. ഒരു പീരിയഡ് ഓഫ് ടൈമിന് മുന്നിൽ നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിന് മുന്നിലാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുക. അവർ സിംഹങ്ങളെ പോലെ യുദ്ധം ചെയ്തു. അവർ യുദ്ധം ചെയ്തു. They fought. സിംഹങ്ങളെ പോലെ. Like lions. They fought like lions. ലൈക്ക് ഇവിടെ പ്രിപ്പോസിഷനാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച ലയൺസ് എന്ന പ്ലൂരൽ നൗൺ ആണ്. അതതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ദേ ഫോട്ട് ആസ് ലയൺസ് എന്ന് പറയുമ്പോൾ അത് പൊതുവെ തെറ്റാണ്. കാരണം ആസിന് ശേഷം നമുക്കൊരു നൗൺ ഉപയോഗിക്കാൻ സാധിക്കില്ല. ആസ് ഒരു കൺജങ്ഷനാണ്. അതിനുശേഷം എല്ലായ്പ്പോഴും ഒരു ക്ലോസ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിത് മറ്റൊരു രീതിയിലും പറയാം. ദേ ഫോട്ട് ആസ് ലയൺസ് ഡു. ദേ ഫോട്ട് ആസ് ലയൺസ് ഡു. സിംഹങ്ങൾ ചെയ്യുന്നത് പോലെ അവർ യുദ്ധം ചെയ്തു. ദേ ഫോട്ട് ആസ് ലയൺസ് ഡു. ഇവിടെ നമ്മൾ ആസിന് ശേഷം ലയൺസ് ഡു എന്ന ക്ലോസ് ഉപയോഗിച്ചു. അതിൽ സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. ആസിന് ശേഷം ക്ലോസ് വേണം ഉപയോഗിക്കാൻ. ലൈക്കിന് ശേഷം നൗൺ, പ്രൊനൗൺ അങ്ങനെ എന്തെങ്കിലും വേണം ഉപയോഗിക്കാൻ. നിന്റെ അമ്മ എന്ന നിലയിൽ ഞാൻ നിന്നെ ശരിയായ വഴിയിലൂടെ നയിക്കണം. നിന്റെ അമ്മ എന്ന നിലയിൽ. ആസ് യുവർ മദർ. ആസ് യുവർ ഫാദർ എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛൻ എന്ന നിലയിൽ. ആസ് യുവർ മദർ എന്ന് പറയുമ്പോൾ നിന്റെ അമ്മ എന്ന നിലയിൽ. ആസ് യുവർ ടീച്ചർ എന്ന് പറയുമ്പോൾ നിന്റെ ടീച്ചർ എന്ന നിലയിൽ. ഞാൻ നിന്നെ ശരിയായ വഴിയിലൂടെ നയിക്കണം. ഐ മസ്റ്റ് ഗൈഡ് യു ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ആസ് യുവർ മദർ, നിന്റെ അമ്മയാണ് എന്ന നിലയിൽ. ഇതിനർത്ഥം ഞാൻ നിന്റെ അമ്മയാണ് എന്ന് തന്നെയാണ്.
ആസ് യുവർ മദർ ഐ മസ്റ്റ് ഗൈഡ് യു ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ഇനി നമ്മളിവിടെ ലൈക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അങ്ങനെ വരുമ്പോൾ മീനിങ്ങിൽ ചെറിയ വ്യത്യാസം വരും. ലൈക്ക് യുവർ മദർ എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയല്ല, ഞാൻ നിന്റെ അമ്മയല്ല, പക്ഷെ അപ്പോഴും നിന്റെ അമ്മയെ പോലെ തന്നെയാണ്. അതായത് എനിക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ്, നിന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെയാണ്. സ്നേഹമാണ് എനിക്ക് നിന്നോട്. ലൈക്ക് യുവർ മദർ, നിന്റെ അമ്മയെ പോലെ തന്നെ ഐ മസ്റ്റ് ഗൈഡ് യു ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ, ഞാൻ നിന്നെ ശരിയായ ദിശയിലേക്ക് നയിക്കണം. രണ്ട് തമ്മിൽ മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ സെന്റൻസിന് അർത്ഥം ഞാൻ നിന്റെ അമ്മയാണ് എന്നാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഞാൻ നിന്റെ അമ്മയല്ല, മറിച്ച് നിന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള പോലത്തെ സ്നേഹം എനിക്കുമുണ്ട് എന്നാണ് ലൈക്ക് യുവർ മദർ എന്ന എക്സ്പ്രഷൻ കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അവരുടെ അത്ര തന്നെ സമ്പന്നരാണ്. കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ആസ് ഉപയോഗിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ആസ് ഉപയോഗിക്കും ഒരു സെന്റൻസിൽ. ഈ രണ്ട് ആസിനും ഇടയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് അജക്റ്റീവ് തന്നെ വേണം ഉപയോഗിക്കാൻ. കമ്പാരിറ്റീവ് അജക്റ്റീവോ സൂപ്പർലേറ്റീവ് അജക്റ്റീവോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അവരുടെ അത്ര തന്നെ സമ്പന്നരാണ്. ഞങ്ങൾ സമ്പന്നരാണ്, വി ആർ റിച്ച്. അവരും സമ്പന്നരാണ്, ദേ ആർ റിച്ച്. ഞങ്ങളും അവരും ഒരേപോലെ സമ്പന്നരാണ്, അതാണ് നമുക്ക് പറയേണ്ടത്. ഞങ്ങൾ അവരെക്കാൾ കൂടുതലോ കുറവോ അല്ല. വി ആർ ആസ് റിച്ച് ആസ് ദം. നമ്മളത് ഇങ്ങനെയാണ് പറയാം, വി ആർ ആസ് റിച്ച് ആസ് ദം. നമ്മളിവിടെ രണ്ട് ആസ് ഉപയോഗിച്ചു. ആ ആസിനിടയിൽ നമ്മൾ റിച്ച് എന്നൊരു പോസിറ്റീവ് അജക്റ്റീവ് കൂടി ഉപയോഗിച്ചു. പിന്നെ ആ രണ്ടാമത്തെ ആസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, സബ്ജക്റ്റ് പ്രൊനൗൺ അല്ല. പണ്ട് ഗ്രാമറിൽ പറഞ്ഞിരുന്നത് ആസിനും ദാനിനും ശേഷം, അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. കമ്പാരിറ്റീവ് അജക്റ്റീവ്സിന് ശേഷം വരുന്നതാണ് ദാൻ. ഇതിന് രണ്ടിനും ശേഷം സബ്ജക്റ്റ് പ്രൊനൗൺസ്, അതായത് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ഐ, വി, ഹി, ഷി അതുപോലുള്ളത് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, മോഡേൺ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. ആസിനും ദാനിനും ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. വി ആർ ആസ് റിച്ച് ആസ് ദേ എന്ന് പറയരുത്, അതിന് പകരം ദം എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് ദേ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം ഒരു വെർബ് കൂടി നോർമലി ഉണ്ടാവും. നമുക്കിത് ഇങ്ങനെയും പറയാം, we are as rich as they are, as they are. ദം എന്നതിന് പകരം നമുക്ക് they are എന്ന് പറയാം. സബ്ജക്റ്റ് പ്രൊനൗണും പിന്നെ അതിൻ്റെ വെർബും അങ്ങനെ ഉപയോഗിക്കാം. ആ വെർബ് അവിടെ ഇല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ശരി. we are as rich as them. അവളുടെ സഹോദരിയോളം സുന്ദരിയാണ് അവൾ. രണ്ടുപേരും ഒരേപോലെ സൗന്ദര്യമുള്ളവരാണ്. she is as pretty as her sister. she is as pretty as her sister. രണ്ട് ആസിനും ഇടയിൽ നമ്മൾ പ്രെറ്റി എന്നൊരു പോസിറ്റീവ് അജക്റ്റീവ് ഉപയോഗിച്ചു. ഷീ ഈസ് ആസ് പ്രെറ്റി ആസ് ഹെർ സിസ്റ്റർ. അവൾ അവളുടെ സഹോദരിയേക്കാൾ സൗന്ദര്യമുള്ളവളാണ് എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഷീ ഈസ് പ്രെറ്റിയർ ദാൻ ഹെർ സിസ്റ്റർ എന്നാണ്. പ്രെറ്റിയർ ദാൻ. പ്രെറ്റിയർ ഒരു കമ്പാരിറ്റീവ് അജക്റ്റീവ് ആണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ദാൻ ആണ്. പോസിറ്റീവ് അജക്റ്റീവ്സ് ഉപയോഗിക്കുന്നതാണ് ഈ ആസ് എന്ന സ്ട്രക്ചറിലാണ് നമ്മൾ പോസിറ്റീവ് അജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് ആസ് പ്രെറ്റി ആസ് ഹെർ സിസ്റ്റർ. അവൻ സമ്പാദിക്കുന്ന അത്രയും ഞാൻ സമ്പാദിക്കുന്നില്ല. ഞാൻ സമ്പാദിക്കുന്നില്ല, ഐ ഡോണ്ട് ഏൺ. അവൻ സമ്പാദിക്കുന്ന അത്രയും, ആസ് മച്ച് ആസ് ഹിം. ഐ ഡോണ്ട് ഏൺ ആസ് മച്ച് ആസ് ഹിം. അവൻ സമ്പാദിക്കുന്ന അത്രയും ഞാൻ സമ്പാദിക്കുന്നില്ല. ആസ് ഹിം എന്നാണ് നമ്മൾ പറയുന്നത്, ആസ് ഹി എന്നല്ല. ഇത് തന്നെ നമുക്ക് ഹി ഉപയോഗിച്ചും പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക? ഐ ഡോണ്ട് ഏൺ ആസ് മച്ച് ആസ് ഹി ഡസ്. ഐ ഡോണ്ട് ഏൺ ആസ് മച്ച് ആസ് ഹി ഡസ്. പിന്നെ നമ്മൾ ഹി ഉപയോഗിച്ചതിന് ശേഷം നമ്മളവിടെ ഡസ് എന്ന ഒരു വെർബ് കൂടി യൂസ് ചെയ്തു. ആ വെർബ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഹിം എന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് നോർമലി യൂസ് ചെയ്യുക. ഐ ഡോണ്ട് ഏൺ ആസ് മച്ച് ആസ് ഹി ഡസ്. ആദ്യത്തെ ക്ലോസ് ഡോണ്ട് ഏൺ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതോ അതാണ് നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. ഹിയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡസ് ആണ്. ഐ ഡോണ്ട് ഏൺ ആസ് മച്ച് ആസ് ഹി ഡസ്. അവളുടെ അത്രയും സക്സസ്ഫുൾ അല്ല അവൻ. അവൻ അത്രയും സക്സസ്ഫുൾ അല്ല. ഹി ഈസ് നോട്ട് ആസ് സക്സസ്ഫുൾ ആസ് ഹെർ. ഹി ഈസ് നോട്ട് ആസ് സക്സസ്ഫുൾ ആസ് ഹെർ. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഇങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആവുന്ന സമയത്ത് നമുക്ക് ആ ആദ്യത്തെ ആസ് ഉണ്ടല്ലോ അതിന് പകരം സോ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിത് ഇങ്ങനെയും പറയാം, ഹി ഈസ് നോട്ട് സോ സക്സസ്ഫുൾ ആസ് ഹെർ. ഹി ഈസ് നോട്ട് സോ സക്സസ്ഫുൾ ആസ് ഹെർ. നെഗറ്റീവ് സെൻറ്റൻസസിൽ നമുക്കിങ്ങനെ ആസിന് പകരം സോ ഉപയോഗിക്കാൻ സാധിക്കൂ. അഫിർമേറ്റീവ് സെൻറ്റൻസസിൽ, അതായത് പോസിറ്റീവായ സെൻറ്റൻസസിൽ നമ്മൾ പൊതുവെ ഇങ്ങനെ ചെയ്യില്ല. ഹി ഈസ് നോട്ട് സോ സക്സസ്ഫുൾ ആസ് ഹെർ. ഇവിടെ ഹെർ എന്നതിന് പകരം നമുക്ക് ഷീ ഈസ് എന്നും പറയാം. ഹി ഈസ് നോട്ട് ആസ് സക്സസ്ഫുൾ ആസ് ഷീ ഈസ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ആസിന് ശേഷം ഉപയോഗിച്ചത് ഒരു പ്രൊനൗണും പിന്നെ ഒരു വെർബുമാണ്. ഷീ ഈസ് എന്നൊരു ക്ലോസ് ആണ്. ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിസണിൽ ആസിന് ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്.
സബ്ജക്ട് പ്രൊനൗൺസ് ഉപയോഗിക്കണമെങ്കിൽ അതിനുശേഷം ഒരു വെർബ് കൂടി ഉണ്ടായിരിക്കണം. ഹി ഈസ് നോട്ട് ആസ് സക്സസ്ഫുൾ ആസ് ഷീ ഈസ്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. പല രീതിയിൽ എങ്ങനെ ക്ലോസസിനെ കണക്ട് ചെയ്ത് സെന്റൻസസ്, ലോങ് സെന്റൻസസ് നിർമ്മിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. മെയിൻലി ആസ് എന്ന വേർഡിന്റെ യൂസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.